ഇപ്പോൾ മുല്ലപ്പെരിയാർ സമരസമിതി കൺവീനറായിട്ടുള്ള ശ്രീ ഷാജി പി ജോസഫ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഷാജി പി ജോസഫ്, ഇതിപ്പോൾ ഈ ശ്രീധരൻ വീണ്ടും കാര്യങ്ങൾ പറയുകയാണ്. ബദൽ നിർദ്ദേശം എന്ന രീതിയിൽ മുൻപും അദ്ദേഹം ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ആവർത്തിക്കുന്നു. എന്താണ് താങ്കളുടെ പ്രതികരണം? പോലെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളിനോടൊന്നും മറുപടി പറയാൻ പറ്റുന്ന പ്രാപ്തനായ ആൾക്കാരൊന്നും അല്ല ഈ തീരത്ത് താമസിക്കുന്ന ഒരു മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ഒരു നേതാവ് അല്ലെങ്കിൽ ഇതിന്റെ പ്രവർത്തകർ നിലയിൽ എനിക്കുള്ളത്. എന്തായാലും സുപ്രീം കോടതിയുടെ 14 വിധിയിൽ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം സൂചിപ്പിച്ച ഈ തടയണ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സുപ്രീം കോടതി വിധിയിൽ പരാമർശത്തിലുണ്ട്. ഒപ്പം ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ് എന്നുള്ളതും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് പരാമർശങ്ങളുമാണ് ഇപ്പോൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതും വേണ്ടതും എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, പരിഹാരമാണെങ്കിൽ. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് 1979 സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ചെയർമാനായിരുന്ന ബഹുമാനപ്പെട്ട KC തോമസ് സാറ്, അദ്ദേഹമാണ് ഈ ഡാം അപകടത്തിലാണെന്നും ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യേണ്ടതാണെന്നുള്ള ഒരു അവകാശവാദം മുന്നോട്ട് വെച്ചത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നതും, ഞങ്ങൾ ഈ തമിഴ്നാടോട് അടുത്ത് കിടക്കുന്ന ആൾക്കാരായതുകൊണ്ട് കൃത്യമായ കാര്യങ്ങൾ ബോധ്യമുണ്ട്. 79 മുതൽ തന്നെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വൂഫർ ഡാമുകളല്ല, ചെറിയ ഡാമുകൾ 18ാം കനാൽ പദ്ധതി ഉൾപ്പെടെ ഇപ്പോൾ തന്നെ അവര് ചുരുളി ഫോഴ്സ് റോഡ് സമീപത്തായി പുതിയൊരു സംവിധാനം അവര് തയ്യാറാക്കുകയാണ്. ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് 52 അടിയിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന തമിഴ്നാടിന് മുന്നിൽ ഈ ബദൽ നിർദ്ദേശം പ്രായോഗികമാണോ എന്ന് ചർച്ച ചെയ്യേണ്ടത് ഇവിടുത്തെ ശാസ്ത്രീയമായ കാര്യങ്ങൾ പഠിക്കേണ്ട ആൾക്കാരാണ്. ശ്രീധരൻ സാർ അതിനൊരു ഒരു റൂട്ട് നൽകിയിട്ടുള്ളെങ്കിൽ വളരെ സന്തോഷം. പക്ഷേ പ്രായോഗികമാണെങ്കിൽ ആ ചർച്ചകളൊക്കെ മുഖേറിക്കെടുക്കുന്നതിന് ഞങ്ങൾക്ക് തെറ്റില്ല. പക്ഷേ ഞങ്ങൾ ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം, മുല്ലപ്പെരിയാറിൽ നിന്നുള്ള ജലം തമിഴ്നാട് കൊടുക്കണം. അത് ആവശ്യമാണ്. കേരളത്തിന് സുരക്ഷയും തമിഴ്നാട് ജലവും, ആ മുദ്രാവാക്യമാണ് മുല്ലപ്പെരിയാർ സമരസമിതി കാലങ്ങളായി മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നെ ഞങ്ങൾ കോടതിയിൽ ധരിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഡാമിന് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ ഭൂചലനങ്ങൾ, പ്രത്യേകമായ സൈക്ലോണുകൾ, സാഹചര്യം തെറ്റിയുള്ള മഴ, 1 മണിക്കൂർ കൊണ്ട് 10 മണിക്കൂർ കൊണ്ട് പെയ്യേണ്ട മഴ 1 മണിക്കൂർ കൊണ്ട് പെയ്തു മാറുന്ന സാഹചര്യങ്ങൾ ഈ മുല്ലപ്പെരിയാറിന് സമീപത്തുമുണ്ട്. ഭ്രംശ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമാണ് ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട്. ഇപ്പോൾ എക്സ്പ്ലോസീവ് ഉപയോഗിക്കാതെ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ബൂഫർ ഡാം അല്ലെങ്കിൽ ഒരു തുരങ്കം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടേണ്ടത്. അതൊന്നും മറുപടി പറയാനുള്ള ആളല്ല ഞാൻ. എങ്കിലും ഇവിടെ ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഈ വിഷയങ്ങളിലേക്ക് ചർച്ച വരുന്നതിന് പകരം മറ്റുള്ള അനാവശ്യ ചർച്ചകളിലേക്ക് പോയി ഇത് വീണ്ടും നീണ്ടുപോകുന്നു എന്നുള്ളതല്ലേ. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു, ആഫ്രിക്കയിലെ ഒരു രാജ്യത്തൊരു ഡാം തകർന്ന്, ആ ഡാം തകർന്നതുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട്.